ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ ടി വി ഒരുക്കുന്ന സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയുടെ സീനിയർ ക്യാമ്പസ് സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ഒരു ക്വാർട്ടർ മുഴുവൻ പ്രവചനങ്ങൾ എങ്ങനെ പഠിക്കാം എന്ന വിഷയമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുപയോഗിക്കുന്ന സാദൃശ്യങ്ങൾ, പ്രതീകങ്ങൾ, സൂചകങ്ങൾ, അതൊക്കെ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു ക്വാർട്ടർ മുഴുവൻ നാം പഠിക്കുന്നത്. ഇന്ന് നാം അതിൻ്റെ 8ാമത്തെ പാഠം പഠിക്കുകയാണ്, സങ്കീർത്തനങ്ങൾ. ഇന്ന് നാം അതിൻ്റെ 8ാമത്തെ പാഠം പഠിക്കുന്നു, സങ്കീർത്തനങ്ങൾ. 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിൽ 1ാമത്തെ ഭാഗം നാം ഇന്ന് പഠിക്കുകയാണ്, സങ്കീർത്തനങ്ങൾ ഭാഗം 1. സങ്കീർത്തനങ്ങൾ പൊതുവെ നമുക്കെല്ലാവർക്കും അറിയാം, ഗീതങ്ങളാണ്, അല്ലെങ്കിൽ കവിതകളാണ്, കാവ്യങ്ങളാണ്, പാട്ടുകളാണ്. അത് ദൈവത്തോടുള്ളതായ സ്തുതികളാണ്, നന്ദി അർപ്പണമാണ്, നെടുവീർപ്പുകളാണ്. കഷ്ടതയുടെയും നിരാശയുടെയും അനുഭവങ്ങളിൽ, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിൽ ഒക്കെ ഓരോ ദൈവമക്കൾ രചിച്ചതായ ഓരോ ഗാനങ്ങളാണ് സങ്കീർത്തനങ്ങൾ. പൊതുവെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായ ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. കാരണം അത് നമുക്ക് വളരെയധികം ആശ്വാസവും, നാം വായിക്കുമ്പോൾ വളരെയധികം സമാധാനവും, നാം എപ്പോഴും നമ്മുടെ ആരാധനയിലൊക്കെയും ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത വിധത്തിൽ നാം സങ്കീർത്തനത്തെ ഉപയോഗിക്കുന്നുണ്ട്. ബൈബിളിലെ മധ്യഭാഗത്തുള്ള സെൻട്രലായിട്ടുള്ള പുസ്തകമാണ്. കൂടാതെ ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് പുസ്തകമായിട്ട് സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഇന്നത്തെ പാഠത്തിൽ സങ്കീർത്തനങ്ങളും ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപാട് പ്രവചനവും തമ്മിലുള്ള ബന്ധമാണ് നാം ഈ പാഠത്തിൽ പഠിക്കുന്നത്. സങ്കീർത്തനങ്ങളും ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപാട് പ്രവചനവും തമ്മിലുള്ള ബന്ധമാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. മനഃപ്പാഠവാക്യം പറയുന്നത് വെളിപാട് പ്രവചനം 14-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു. വെളിപാട് പ്രവചനം 14-ാം അധ്യായം 1-ാം വാക്യം: പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. വെളിപാട് പ്രവചനം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ പത്മോസിലെ യോഹന്നാൻ തൻ്റെ ദർശനത്തിൽ പറയുന്നത്, പിന്നെ ഞാൻ, പത്മോസിലെ യോഹന്നാൻ പറയാണ്, ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും, അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര്, 1,44,000 പേരും നിൽക്കുന്നത് കണ്ടു. അല്ലേ? പത്മോസിലെ യോഹന്നാൻ കാണുന്ന ദർശനമാണ്. അല്ലേ? സിയോൻ മലയിൽ കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നതായ 1,44,000 പേര് നിൽക്കുന്നതായ ഒരു വലിയൊരു കാഴ്ച പത്മോസിലെ യോഹന്നാൻ ഇവിടെ കാണുകയാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ നാം വെളിപാട് പ്രവചനവും സങ്കീർത്തനവും തമ്മിലുള്ള വലിയ ബന്ധം പഠിക്കുന്നു. സങ്കീർത്തനങ്ങൾ കവിതകളാണ്, അല്ലെങ്കിൽ പാട്ടുകളാണ്, ഗീതങ്ങളാണ്. അത് പലപ്പോഴും മനുഷ്യൻ്റെ സന്തോഷത്തെയും നിരാശയും കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും നെടുവീർപ്പിൻ്റെയും സ്തോത്രാർപ്പണത്തിൻ്റെയും ഒക്കെ ഗാനങ്ങളാണ് സങ്കീർത്തനങ്ങൾ. പല ദൈവമക്കളുടെ അനുഭവങ്ങളാണ് പാട്ടുകളായിട്ട് രചിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ പാട്ടുപുസ്തകമാണ് സങ്കീർത്തനം. അല്ലേ? ദൈവത്തെക്കുറിച്ചുള്ള ഒരു പാട്ടുപുസ്തകമാണ്, മനുഷ്യരുടെ, ദൈവമക്കളുടെ അനുഭവങ്ങളുടെ ഒരു പാട്ടുപുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. അപ്പോൾ ഈ ആഴ്ചത്തെ പാഠത്തിൽ അത് വെളിപാട് പ്രവചനവുമായി എങ്ങനെ സങ്കീർത്തനങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ ആഴ്ചത്തെ പാഠത്തിൽ പഠിക്കും. എല്ലാ ദൈവമക്കളെയും ഈ ക്യാമ്പസ് സ്കൂൾ പാഠത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് നമ്മുടെ മഹാപുരോഹിതൻ. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് നമ്മുടെ മഹാപുരോഹിതൻ. ഞായറാഴ്ചത്തെ പാഠത്തിൽ ലേഖകൻ പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, സമാഗമന കൂടാരം ദൈവം മോശയോട് നിർമ്മിക്കുവാൻ ആവശ്യപ്പെടുന്ന സമയത്ത് മോശയ്ക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മാതൃകയിൽ സമാഗമന കൂടാരം നിർമ്മിക്കുവാൻ ദൈവം മോശയോട് പറഞ്ഞില്ല. മറിച്ച് ദൈവം അവിടെ ഒരു മാതൃക കാണിച്ചു കൊടുത്തു. ഈ മാതൃക പ്രകാരമാണ്
സമാഗമന കൂടാരം നിർമ്മിക്കേണ്ടതെന്ന് ദൈവം മോശയോട് അരുളപ്പാട് നൽകി. ഈ പുറപ്പാടിൻ്റെ പുസ്തകം 25-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ അതിൻ്റെ മാതൃക തന്നെ, അതിൻ്റെ രൂപരേഖ തന്നെ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു അല്ലേ. എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതെന്നൊക്കെ വ്യക്തമായൊരു രൂപരേഖ ഇവിടെ മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ ഭൂമിയിലെ വിശുദ്ധ മന്ദിരം എപ്പോഴും യേശുക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ. ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ മന്ദിരം, ഭൗമിക കൂടാരം എപ്പോഴും കർത്താവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം എടുക്കുമ്പോൾ പഴയ നിയമത്തിലെ ഈ ഭൗമിക കൂടാരത്തെക്കുറിച്ച് പൗലോസ് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കും. എബ്രായ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഈ ഭൗമിക കൂടാരത്തെക്കുറിച്ച് പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുന്നു അല്ലേ. അവിടെ ഭൗമിക കൂടാരത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പങ്ക് എന്തായിരുന്നു, അല്ലെങ്കിൽ മഹാപുരോഹിതൻ്റെ പങ്ക് എന്തായിരുന്നു, നമ്മുടെ മഹാപുരോഹിതനായ കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് എബ്രായ ലേഖനം 9-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകുറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകുറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശു ഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അതിനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ആകുന്നു അല്ലേ. നമ്മുടെ മഹാപുരോഹിതനെക്കുറിച്ച് പൗലൂസിൻ്റെ സാക്ഷ്യം പറയുന്നു. ഭൗമിക കൂടാരത്തിലെ മഹാപുരോഹിതൻ ചെയ്യേണ്ട വേലയെക്കുറിച്ച് പറയുന്നു. മറിച്ച് സ്വർഗീയ കൂടാരത്തിലെ നമ്മുടെ മഹാപുരോഹിതൻ ചെയ്യേണ്ട വേലയെക്കുറിച്ച് ഇവിടെ പറയുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് നമ്മുടെ മഹാപുരോഹിതൻ കൈപ്പണിയല്ലാത്തതായി അല്ലേ, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായും വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി നമ്മുടെ കർത്താവ് കടന്നു വന്നു അല്ലേ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുമ്പോൾ അവരെ ശുദ്ധി വരുത്തുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ എത്രമാത്രം ശുദ്ധീകരിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ സാക്ഷ്യം പറയുന്നു. അതിനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി കർത്താവ് നമുക്ക് വേണ്ടി ഒരിക്കലായി മരിച്ചതുകൊണ്ട് നിത്യ അവകാശം എന്ന വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ കർത്താവ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ ആകുന്നുവെന്ന് പൗലോസ് സാക്ഷ്യം പറയുന്നു അല്ലേ. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ മധ്യസ്ഥനാണ്, നമ്മെ ശുദ്ധീകരിക്കുവാൻ, കർത്താവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുവാൻ അല്ലേ, നമ്മെ വീണ്ടെടുത്തത് കൊണ്ട്, നമ്മെ നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്തത്തിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കർത്താവ് ഇന്ന് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു എന്ന് പൗലോസ് സാക്ഷ്യം പറയുന്നു. വെളിപാട് പ്രവചനമൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 4-ാം അധ്യായം വായിക്കുമ്പോൾ ഭൗമിക കൂടാരത്തെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട് അല്ലേ. വെളിപാട് പ്രവചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഓരോ പ്രതിബിംബങ്ങൾ എന്തിനെയായിരുന്നു സാദൃശീകരിച്ചത്, അതിൻ്റെ മെഴുകുതിരികൾ എന്തിനെ സാദൃശീകരിച്ചു, അല്ലെ നിയമപ്പെട്ടകം, അതിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് അതിനെ സാദൃശീകരിച്ചതെന്നെല്ലാം നാം 4-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ, വെളിപാട് പ്രവചനം 4-ാം അധ്യായം വായിക്കുമ്പോഴൊക്കെയും മനസ്സിലാകുന്നു അല്ലേ. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത് ദേവാലയത്തിൻ്റെ പ്രസക്തി എത്രമാത്രം ദൈവമക്കൾക്ക് പ്രാധാന്യമുള്ളതാണെന്ന് ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു അല്ലേ.
ദൈവം തന്നെ പറയുണ്ടായി, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അല്ല, അത് ഉണ്ടാക്കേണ്ട മാതൃകയെല്ലാം മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തു. അപ്പോൾ ദൈവാലയത്തിൻ്റെ പ്രസക്തി എത്രമാത്രം പ്രാധാന്യമാണ് അല്ലേ. സങ്കീർത്തനങ്ങൾ 122 സങ്കീർത്തനം വായിക്കുമ്പോൾ, സങ്കീർത്തനം 122 സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദ് പറയുന്നത്, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു അല്ലേ. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ, അവർ എന്നോട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കാരണം ദേവാലയം ദൈവമക്കൾക്ക് സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു ഇടമാണ്. ഇവിടെ 122 സങ്കീർത്തനം നമ്മൾ മുഴുവനായി വായിക്കുമ്പോൾ ദേവാലയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നന്മകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞായറാഴ്ചത്തെ പറയുന്നത് ദേവാലയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നന്മകൾ: 1 സന്തോഷം, 2 സമാധാനം, 3 സുരക്ഷിതത്വം, 4 വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഇതൊക്കെ നമുക്ക് ദേവാലയത്തിൽ നിന്ന് കിട്ടുന്ന ഘടകങ്ങളാണ് അല്ലേ. ഈ സങ്കീർത്തനം 122 അധ്യായം മുഴുവനായി വായിക്കുമ്പോൾ നമുക്കവിടെ നിന്ന് സുരക്ഷിതത്വം ലഭിക്കുന്നു. അല്ല, 2-ാം വാക്യം വായിച്ചാൽ, യെരൂശലേമേ ഞങ്ങളുടെ കാലുകൾ നിൻ്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു അല്ലേ. ദേവാലയത്തിൻ്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സുരക്ഷിതത്വമാണ്. വീണ്ടും ദേവാലയത്തിൽ നിന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ളതായ ഒരവസരം ലഭിക്കുന്നു. ഇവിടെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടേക്ക് ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു അല്ലേ. വീണ്ടും ദേവാലയത്തിൽ നമുക്കൊരു ന്യായവിധിയുണ്ട് എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നു. 5-ാം വാക്യം പറയുന്നത് അവിടെ ന്യായാസനങ്ങൾ, ദാവീദ് ഗൃഹത്തിൻ്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു എന്നിവിടെ പറയുന്നു. വീണ്ടും നമുക്ക് ദേവാലയത്തിൽ നിന്ന് കിട്ടുന്നത് സമാധാനം അല്ലേ. ഇവിടെ പറയുന്നത്, യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ, നിൻ്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിൻ്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. അതുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിൻ്റെ നന്മ അന്വേഷിക്കും എന്നിവിടെ പറയുന്നു. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രാധാന്യം ദാവീദ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. വിശുദ്ധ മന്ദിരത്തിൻ്റെ പ്രാധാന്യം സങ്കീർത്തനങ്ങളിൽ ദാവീദ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 122 സങ്കീർത്തനം വായിക്കുമ്പോൾ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ദൈവമക്കൾക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു, സ്തുതി സ്തോത്രം ചെയ്യുവാനുള്ള അവസരം ലഭിക്കുന്നു, മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. കൂടാതെ വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അല്ലേ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാപുരോഹിതൻ അല്ലേ, ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി മരിച്ചു. ഇന്ന് നമ്മുടെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രവർത്തിക്കുന്നു എന്നൊരു സന്തോഷകരമായ പ്രത്യാശയും കൂടെ ഞായറാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് സിയോൺ മലയിൽ. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് സിയോൺ മലയിൽ, സീനായ് മലയിൽ. നമ്മൾ മനപ്പാഠവാക്യം പഠിച്ചത് പത്മോസിലെ യോഹന്നാൻ പറയുന്നത്, വെളിപാട് പ്രവചനം 14-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. അപ്പോൾ വെളിപാട് പ്രവചനം 14-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ സിയോൻ മലയിൽ ദൈവമക്കൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് വെളിപാട് പ്രവചനം 14-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ സിയോൻ മല എന്ന് പറയുമ്പോൾ യെരൂശലേമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് അത് സ്ഥിതി ചെയ്തിരുന്നത്. പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് യെരൂശലേമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് സിയോൻ മല അല്ലെങ്കിൽ സീനായ് മല. പ്രത്യേകിച്ചും സിയോൻ മല എന്ന് പറയുമ്പോൾ ദൈവമക്കളുടെ ഇരിപ്പിടമായിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇരിപ്പിടമുള്ള സ്ഥലമായിട്ടാണ് സീനായ് മലയെ അല്ലെങ്കിൽ സിയോൻ മലയെ നാം കാണുന്നത്. ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്ന ഇരിപ്പിടമായിട്ട് സിയോൻ മലയെ നമുക്ക് കാണുവാൻ കഴിയുന്നു അല്ലേ. ഇവിടെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ദൈവവുമായി കുഞ്ഞാടുമായി സിയോൻ മലയിൽ നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാൻ കഴിയുന്നു. ഇവിടെ ദാവീദ് നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നു. ദാവീദ് ചോദിക്കുന്നത്, ദൈവത്തിൻ്റെ സിയോൻ മലയിൽ
ആർ നിൽക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സിയോൻ മലയിൽ ആർ വസിക്കും എന്നൊരു ചോദ്യം ദാവീദ് ചോദിക്കുന്നുണ്ട്. സങ്കീർത്തനം 15-ാം അധ്യായം എടുക്കുമ്പോൾ സങ്കീർത്തനം 15-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്, 15-ാം സങ്കീർത്തനം പറയുന്നത്, യഹോവേ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. അപ്പോൾ ഒരു ദാവീദോട് വല്ലാത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും, അല്ലെങ്കിൽ നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ സിയോൻ മലയിൽ, വിശുദ്ധ പർവ്വതമാകുന്ന സിയോൻ മലയിൽ, സീനായ് മലയിൽ ആർ വസിക്കും. താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വസിക്കുന്നവരുടെ പ്രത്യേകത പറയുന്നു. നിഷ്കളങ്കരായി നടക്കുക, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക, നാവ് കൊണ്ട് കുരള പറയാതിരിക്കുക, കൂട്ടുകാരന് ദോഷം ചെയ്യാതിരിക്കുക, കൂട്ടുകാരന് അപമാനം വരുത്താതിരിക്കുക, വഷളനെ വഷളനായി തന്നെ എണ്ണുക, യഹോഭക്തന്മാരെ ബഹുമാനിക്കുക, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാത്തവൻ. ഈ പറഞ്ഞ ഒരു സവിശേഷത, ഈ പറഞ്ഞ ഒരു ക്വാളിറ്റീസ്, അവിടെ ഇങ്ങനെയുള്ളവർ സിയോൻ മലയിൽ പാർക്കും, സിയോൻ മലയിൽ വസിക്കും, അവരൊരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്നിവിടെ പറയും. ജീവിതത്തിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവരൊരു നാളും കുലുങ്ങിപ്പോകുകയില്ല. കാരണം എന്താണ്? അവർ നിഷ്കളങ്കരായി നടക്കുന്നു, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നു, കൂട്ടുകാരന് ദോഷം വരുത്തുന്നില്ല, കൂട്ടുകാരന് അപമാനം വരുത്തുന്നില്ല, വഷളനായി തന്നെ എണ്ണുന്നു, യഹോഭക്തന്മാരെ ബഹുമാനിക്കുന്നു, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാത്തവൻ. അല്ലേ? ഇത് തന്നെ വീണ്ടും 24-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, 24-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദ് വീണ്ടും പറയുന്നു. അതിൽ 3-4 വാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 24-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവിടെ പറയുന്നു, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. ദാവീദ് തന്നെ മറുപടി പറയുകയാണ്, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അല്ലേ? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അതുതന്നെയാണ് നമ്മൾ നേരത്തെ 15-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ സങ്കീർത്തനത്തിലും നമ്മൾ വായിച്ചത്. അല്ലേ? ഇവിടെ സിയോൻ മലയിൽ ആർ വസിക്കും, സിയോൻ മലയിൽ ആർ പാർക്കും എന്നുള്ള ദാവീദിൻ്റെ ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം വെളിപാട് പ്രവചനം 14-ാം അധ്യായത്തിൽ നാം കാണുന്നു. അല്ലേ? ദാവീദിൻ്റെ ചോദ്യത്തിന് വെളിപാട് പ്രവചനം 14-ാം അധ്യായം ഉത്തരം പറയുന്നു. ആരാണ് സിയോൻ മലയിൽ പാർക്കുന്നത്? ആർ വസിക്കും? അല്ലേ? 14-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു, അല്ലേ? സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമം എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനം 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ അവരൊരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ ആ പാട്ട് പാടുവാൻ ആർക്കും കഴിഞ്ഞില്ല. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ വീണ്ടെടുത്തിരിക്കുന്നു. ഫോഷ്ക്ക് അവിടെ വായിലുണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ കൂടാരത്തിൽ, ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതമാകുന്ന സിയോൻ മലയിൽ ആർ വസിക്കും? ഇതാണ് ദാവീദ് ചോദിക്കുന്നത്. കറക്റ്റ് ഉത്തരം ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്. കൂടാതെ വെളിപാട് പ്രവചനം 14-ാം അധ്യായം വായിച്ചാൽ സിയോൻ മലയിൽ വസിക്കുന്നവരുടെ പ്രത്യേകത പറയുന്നു. സിയോൻ മലയിൽ വസിക്കുന്നവരുടെ പ്രത്യേകത വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. അല്ലേ? അവിടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ 1,44,000 പേരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒരു പ്രത്യേക സമൂഹമാണ്, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ്. അവരൊരു പുതിയ പാട്ട് പാടുന്നു. ഈ പാട്ട് വേറെ ആർക്കും പാടുവാൻ കഴിയുന്നില്ല. അല്ലേ? ആ പാട്ടിൻ്റെ പ്രത്യേകത അതൊരു വിടുതലിൻ്റെ പാട്ടാണ്, അതൊരു വീണ്ടെടുപ്പിൻ്റെ ഗാനമാണ് എന്ന് നാം മനസ്സിലാക്കുക. വീണ്ടും ഈ സിയോൻ മലയിൽ പാർക്കുന്നവർ രൂപാന്തരപ്പെട്ടവരാണെന്ന് ഈ വെളിപാട് പ്രവചനം പ്രത്യേകിച്ച് പറയുന്നു. വീണ്ടും അവർ വിശുദ്ധന്മാരെന്ന് പറയുന്നു, അവർ കന്യകമാരെന്ന് പറയുന്നു. അവരുടെ പ്രത്യേകത എന്താണ്? സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. പ്രവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, സ്ത്രീ എന്ന് പറയുന്ന സമൂഹമാണ്, സഭയാണ്.
ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്യാഗം സംഭവിച്ച സഭയുമായി ഒരു ബന്ധമില്ലാത്തവരാണ് ഈ കന്യകമാർ. വിശ്വാസത്യാഗം സംഭവിച്ച സഭകളുമായി ഒരു ബന്ധമില്ലാത്തവരാണ് ഈ കന്യകമാർ. അതുകൊണ്ടാണ് സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ എന്നിവിടെ പറയുന്നത്. വീണ്ടും വേറൊരു പ്രത്യേകത, അവർ കുഞ്ഞാടിനെ എന്ത് ചെയ്യുന്നു? അനുഗമിക്കുന്നു. അവർ കളങ്കമില്ലാത്തവർ തന്നെ, അല്ലേ? അവരുടെ നെറ്റിയിൽ ദൈവത്തിൻ്റെ നാമവും കുഞ്ഞാടിൻ്റെ നാമവും എഴുതിയിരിക്കുന്നു എന്നിവിടെ പറയുന്നു, അല്ലേ? അപ്പോൾ ഈ സിയോൻ മലയിൽ പാർക്കുന്നവരുടെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മോട് ചോദിക്കുന്നത്, നമുക്ക് എത്ര പേർക്ക്, നമ്മളിൽ എത്ര പേർക്ക് ഈ സിയോൻ മലയിൽ പാർക്കുവാൻ കഴിയും എന്നിവിടെ ചോദിക്കുന്നു. ദാവീദ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ദാവീദ് ചോദിക്കുകയാണ്, നമ്മൾ ആർക്ക് നാം എല്ലാ കാലത്തും നേരായി നടന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ദാവീദ് ചോദിക്കുകയാണ്, നാം എല്ലാ കാലത്തും സത്യം സംസാരിച്ചു എന്നെത്ര പേർക്ക് പറയുവാൻ കഴിയും? ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോയിട്ടില്ല എന്നെത്ര പേർക്ക് പറയുവാൻ കഴിയും? അല്ലേ? നമുക്കാർക്കും പറയാൻ കഴിയില്ല, അല്ലേ? റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, അല്ലേ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഇവിടെ നാം മനസ്സിലാക്കുന്നത്, യെശയ്യാവിൻ്റെ പ്രവചനം പറയുന്നത് 64-ാം അധ്യായത്തിൽ പറയുന്നു, 64-ാം അധ്യായം 6-ാം വാക്യം, ഞങ്ങളെല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപരണ്ട തുണി പോലെയാണ് എന്നിവിടെ പറയുകയാണ്, അല്ലേ? എങ്കിലും നാം പാപികളാണ്, നാം നീതിമാനല്ല, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. എങ്കിലും നമുക്ക് എങ്ങനെ സിയോൻ മലയിൽ വസിക്കുവാൻ കഴിയും? അതൊരു വലിയ ചോദ്യമാണ്. സിയോൻ മലയിൽ നമുക്ക് പാർക്കുവാൻ കഴിയുന്ന, നമ്മെ പ്രാപ്തരാക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തമാണെന്ന് വ്യക്തമായി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കുഞ്ഞാട് നമ്മുടെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. കുഞ്ഞാടിൻ്റെ രക്തമാണ് നമ്മെ സിയോൻ മലയിൽ നമ്മെ ജീവിക്കുവാൻ അല്ലെങ്കിൽ അതിൽ വസിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായം എടുക്കുമ്പോൾ, എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ചുള്ള ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക എന്ന് പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നു, അല്ലേ? കർത്താവിൻ്റെ രക്തം നമ്മെ തളിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ദുർമനസാക്ഷിയെല്ലാം മാറ്റിയിട്ട് പൂർണ്ണ നിശ്ചയം പൂണ്ട് വിശ്വാസത്തോടുകൂടി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് കടന്നു വരാം എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് സിയോൻ മലയിൽ നമ്മെ പ്രാപ്തരാക്കുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് കർത്താവിൻ്റെ വിശുദ്ധ രക്തമാണ്. കർത്താവിൻ്റെ രക്തമാണ് നമ്മെ സിയോൻ മലയിൽ നമ്മെ വസിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതെന്ന് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ് നമ്മുടെ ഹൃദയങ്ങളിൽ നിയമം. നമ്മുടെ ഹൃദയങ്ങളിൽ നിയമം. ചൊവ്വാഴ്ചത്തെ ഭാഗത്ത് ലേഖകൻ പറയുന്നത് സിയോൻ മലയിൽ ഒരുമിച്ച് കൂടിയതായ ദൈവജനങ്ങളുടെ നെറ്റിമേൽ കുഞ്ഞാടിൻ്റെയും പിതാവിൻ്റെയും നാമം എഴുതിയിരുന്നു എന്ന് വെളിപാട് പ്രവചനത്തിൽ പറയുന്നു, അല്ലേ? സിയോൻ മലയിൽ ഒത്തുകൂടിയ ശേഷിപ്പ് ജനത്തിൻ്റെ നെറ്റിയിൽ കുഞ്ഞാടിൻ്റെയും പിതാവിൻ്റെയും നാമം എഴുതിയിരുന്നു, അല്ലേ? തിരുവെടുത്ത് നാമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് നാമമാണ് എഴുതിയിരുന്നത്? നാമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ സ്വഭാവമാകുന്ന നാമത്തെയാണ് ഇവിടെ എഴുതിയിരുന്നത്. ക്രിസ്തു എൻ്റെ രക്ഷകൻ, അല്ലേ? ദൈവത്തിൻ്റെ സ്വഭാവത്തെ അത് സൂചിപ്പിച്ചിരുന്നു. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 34-ാം അധ്യായം ഇതൊക്കെ വായിക്കുമ്പോൾ
മോശ ദൈവത്തിൻ്റെ മഹത്വം കാണണമെന്ന് ദൈവത്തോട് അപേക്ഷിച്ചു, അല്ലേ? മോശ പറയുണ്ടായി, എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണണം. അവിടെ ദൈവത്തിൻ്റെ മഹത്വം അവനെ കാണിക്കുന്നുണ്ട്. 33-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ 33-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് മോശ ദൈവത്തോട് ആവശ്യപ്പെടുന്നുണ്ട്, അല്ലേ? നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. ദൈവം പറയുന്നുണ്ട്, നിനക്കെൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് ദൈവം അവനോട് പറയുന്നുണ്ട്, അല്ലേ? അങ്ങനെയെങ്കിലും ഇവിടെ മോശയ്ക്ക് ദൈവത്തിൻ്റെ തേജസ് കാണുവാൻ കഴിഞ്ഞു എന്നിവിടെ പറയുന്നു, അല്ലേ? ഇവിടെ പറയുന്നത്, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നിവിടെ പറയുന്നു. അതിൽ 34-ാം അധ്യായം വായിക്കുമ്പോഴും വീണ്ടും ദൈവത്തിൻ്റെ തേജസ് മോശയ്ക്ക് നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നിവിടെ പറയുന്നു. ആ സീനായി പർവ്വതത്തിൽ ഉള്ള അനുഭവമാണ് 34-ാം അധ്യായത്തിൽ അവിടെ വർണ്ണിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും 5-ാം വാക്യം പറയുന്ന, അപ്പോൾ യഹോവ മേഘത്തിലിറങ്ങി അവിടെ അവൻ്റെ അടുക്കൽ നിന്ന് യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ, 1000-1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ, അല്ലേ? ഇപ്പോൾ പഴയ നിയമത്തിൽ 33-ാം അധ്യായം 34-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ദൈവ തേജസ് കാണണമെന്ന് മോശ ആഗ്രഹിക്കുകയും അങ്ങനെ ദൈവ തേജസ് കാണുവാനുള്ള വലിയൊരു ഭാഗ്യം മോശയ്ക്ക് ലഭിക്കുകയും ചെയ്തു, അല്ലേ? ദൈവ തേജസ് അവിടെ കാണുമ്പോൾ അടുത്തുകൂടാത്ത ഒരു വെളിച്ചമായിട്ടാണ് അവിടെ കാണുന്നത്, അല്ലേ? നമുക്ക് ആർക്കും അടുത്തുകൂടുവാൻ കഴിയാത്ത ഉജ്ജ്വലമായ ഒരു വെളിച്ചമായിട്ടാണ് ദൈവ തേജസ്സിനെ അവിടെ കാണിക്കുന്നത്. തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ പിതാവിൻ്റെ നാമവും കുഞ്ഞാടിൻ്റെ നാമവും നെറ്റിമേൽ എഴുതി എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മോട് ചോദിക്കുകയാണ്. പിതാവിൻ്റെ നാമവും കുഞ്ഞാടിൻ്റെ നാമവും നെറ്റിയിൽ എഴുതി എന്നതിൻ്റെ അർത്ഥം എന്താണ്? നാമം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളുടെ നെറ്റിമേൽ എഴുതിയിരിക്കുന്ന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ഹൃദയത്തിലാണെങ്കിലും നമ്മുടെ മനസ്സിലാണെങ്കിലും ദൈവ സ്വഭാവം പ്രതിഫലിപ്പിക്കണമെന്ന് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവമക്കളുടെ നെറ്റിയിൽ ഈ നാമം എഴുതിയിട്ടുണ്ട് എങ്കിൽ അവർ എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും പ്രതിഫലിപ്പിക്കണം. കാരണം ദൈവം നമ്മെ വലിച്ചെടുത്തിരിക്കുകയാണ്, അല്ലേ? തീയിൽ നിന്ന് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? വലിച്ച് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ശേഷിപ്പ് ജനം അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തെ പ്രതിഫലിപ്പിക്കേണ്ടവരാണ് എന്നിവിടെ പറയുന്നു. പുറപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ 10 കൽപ്പനയുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ആ 10 കൽപ്പന മോശയ്ക്ക് നൽകുന്ന സമയത്ത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ അവിടെ ഘോഷിക്കുകയാണ്, അല്ലേ? യഹോവയായ ദൈവം മാറാത്തവൻ, അല്ലേ? യഹോവയായ ദൈവം കരുണയും കൃപയുള്ളവൻ, ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വർണ്ണനയാണ്. ദൈവം മാറാത്തവൻ, ദൈവം കരുണയും കൃപയുള്ളവൻ, നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവൻ, മഹാദയുള്ളവൻ, വിശ്വസ്തതയുള്ളവൻ, 1000 തലമുറ വരെ ദയ കാണിക്കുന്നവൻ, അതൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ 10 കൽപ്പന നൽകിയ സമയത്ത് അത്രമാത്രം ദൈവത്തിൻ്റെ സ്വഭാവത്തെ ദൈവം അവിടെ ഘോഷിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം കുഞ്ഞാടിൻ്റെ നാമവും നെറ്റിമേൽ എഴുതിയിരിക്കുന്നവർ ഈ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കണം എന്നിവിടെ പറയുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഈ കാലം കഴിഞ്ഞ ശേഷം, എബ്രായ ലേഖനം 10-ാം അധ്യായം 16-17 വാക്യങ്ങൾ, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവിടെ ഉള്ളിലാക്കി അവിടെ ഹൃദയങ്ങളിൽ എഴുതും. ഒരിക്കലും മാഞ്ഞു പോകാൻ കഴിയാത്ത വിധത്തിൽ. കല്ലിന്മേൽ എഴുതുമ്പോൾ ഒരുപക്ഷെ മാഞ്ഞു പോകാം, അല്ലേ? മാഞ്ഞു പോകും. മറിച്ച് അത് ഹൃദയത്തിൽ എഴുതുമ്പോൾ എന്നേക്കുമായി എന്ത് ചെയ്യും? നിലനിൽക്കും. അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ പാഠം പറയുന്നു, ദൈവത്തിൻ്റെ നിയമം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഒരിക്കലും മായാത്ത വിധത്തിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നു. അത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നാം അതിലൂടെ പ്രതിഫലിപ്പിക്കണമെന്ന് ചൊവ്വാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് സങ്കീർത്തനം 5. സങ്കീർത്തനം 5 സങ്കീർത്തനം 5
വെളിപാട് പ്രവചനം 14-ാം അധ്യായവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ബുധനാഴ്ച പഠിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 5, വെളിപാട് പ്രവചനം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദവാക്യങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനം 5 വായിക്കുമ്പോൾ പ്രധാനമായും പറയുന്നത് 4-ാം വാക്യം പറയുന്നത്, നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദാവീദ് പറയുകയാണ്, നമ്മുടെ ദൈവം ഒരിക്കലും തിന്മ പ്രസാദിക്കുന്ന ദൈവമല്ല, അല്ലേ? ഒരിക്കലും തിന്മയോടൊപ്പം നമ്മുടെ ദൈവം വസിക്കുകയില്ല എന്ന് ദാവീദ് അവിടെ ഊന്നിപ്പറയുകയാണ്. അപ്പോൾ നമ്മുടെ സമാപന കൂടാരത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ച സമാഗമന കൂടാരം അല്ലെങ്കിൽ ഭൗമിക കൂടാരത്തിൻ്റെയും പ്രത്യേകത ഇതാണ്. കർത്താവ് പറയുകയുണ്ടായി, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, അല്ലേ? അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോടൊപ്പം വസിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അന്ത്യകാലത്തും വെളിപാട് പ്രവചനത്തിലും അത് തന്നെയാണ് പറയുന്നത്, അല്ലേ? ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ വസിക്കണം, അല്ലേ? വെളിപാട് പ്രവചനം അത് തന്നെയാണ് പറയുന്നത്. അന്ത്യകാലത്ത് ദൈവമക്കൾ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലും വസിക്കണമെന്ന് വെളിപാട് പ്രവചനം പറയുന്നു. വീണ്ടും എൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനം 5:7 പറയുന്നത്, ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും എന്നിവിടെ പറയുകയാണ്. അപ്പോൾ ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും, അല്ലേ? വെളിപാട് പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ വൻപോരാട്ടത്തിൻ്റെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്ന ആരാധനയാണ്, അല്ലെ? വൻപോരാട്ടം എന്ന വിഷയത്തിൽ അതിൻ്റെ പ്രതിപാദ്യ വിഷയം തന്നെ ആരാധനയാണ്. ഇവിടെ ദാവീദ് പറയുന്നത്, ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ അങ്ങേ ആരാധിക്കും, അല്ലേ? 13-ാം അധ്യായം വെളിപാട് പ്രവചനം പഠിക്കുമ്പോൾ ആരാധന എന്ന വാക്ക് തന്നെ, പദം തന്നെ 6 പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്, അല്ലേ? ഇനി 14-ാം അധ്യായം എത്തുമ്പോൾ 1-ാമത്തെ ദൂതൻ പറയുന്നത്, സകലവും സൃഷ്ടിച്ച ദൈവത്തെ നീ എന്ത് ചെയ്യുക? ആരാധിക്കുക, അല്ലേ? സകലവും സൃഷ്ടിച്ച ദൈവത്തെ നീ ആരാധിക്കുക, ദൈവത്തെ ഭയപ്പെടുക. അതാണ് 1-ാമത്തെ ദൂതൻ വിളിച്ചു പറയുന്നത്, അല്ലേ? വീണ്ടും ഈ സങ്കീർത്തനം 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിലൊട്ടും നേരില്ല എന്നിവിടെ പറയുന്നു, അല്ലേ? ദുഷ്ടന്മാരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ വായിലൊട്ടും നേരില്ല. അതുതന്നെയാണ് വെളിപാട് പ്രവചനത്തിലും പറയുന്നത്. വെളിപാട് പ്രവചനത്തിൽ പറയുന്നത്, സിയോൻ മലയിൽ പാർക്കുന്നവരുടെ വായിൽ ഫോഷ്ക് ഉണ്ടായിരുന്നില്ല, അല്ലേ? സിയോൻ മലയിൽ പാർക്കുന്ന ജനങ്ങളുടെ വായിൽ ഫോഷ്ക് ഉണ്ടായിരുന്നില്ല, അല്ലേ? അപ്പോൾ സങ്കീർത്തനത്തിൽ പറയുന്നതായ 5-ാം സങ്കീർത്തനവും വെളിപാട് പ്രവചനം 14-ാം അധ്യായവും തമ്മിൽ വളരെയധികം ആഴത്തിലുള്ള ബന്ധമുണ്ട്, അല്ലേ? ഒന്ന് പറയുന്നത്, നമ്മുടെ ദൈവം തിന്മ പ്രസാദിക്കുന്ന ദൈവമല്ല, അല്ലേ? നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്, അല്ലേ? ഇനി സിയോൻ മലയിൽ പാർക്കുന്ന ദൈവജനങ്ങളുടെ വായിൽ ഫോഷ്ക് ഉണ്ടായിരുന്നതേയില്ല, അല്ലേ? അപ്പോൾ ഈ സിയോൻ മലയിൽ പാർക്കുവാനുള്ള യോഗ്യത അവർക്ക് എങ്ങനെ ഉണ്ടായി, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, നാം പാപികളാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പക്ഷേ ഈ യോഗ്യത എങ്ങനെ ലഭിച്ചു? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിക്കണ്ടായി. യോഗ്യത എങ്ങനെയാണ് ലഭിച്ചത്? കുഞ്ഞാടിൻ്റെ രക്തമാണ് നമ്മെ യോഗ്യരാക്കി തീർത്തത്, അല്ലേ? അതുകൊണ്ട് ഈ സിയോൻ മലയിൽ പാർക്കുവാനുള്ള അവകാശം നാം സ്വന്തം ശക്തിയാൽ നേടിയെടുത്തതല്ല. സിയോൻ മലയിൽ പാർക്കുവാനുള്ള അവകാശം നമ്മുടെ സ്വന്തം ശക്തിയാൽ നേടിയെടുത്തതല്ല, മറിച്ച് കുഞ്ഞാടിൻ്റെ രക്തമാണ് നമ്മെ അതിനെ യോഗ്യനാക്കി തീർത്തത്, അല്ലേ? കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും നമ്മുടെ അപരാധം മുഴുവനായി കർത്താവ് ക്രൂശിൽ വഹിക്കുകയും നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തുകൊണ്ട്, നമ്മുടെ കുഞ്ഞാട് അതെല്ലാം വഹിച്ചതുകൊണ്ട് നമുക്ക് ഇന്ന് സിയോൻ മലയിൽ പാർക്കുവാനുള്ള ഭാഗ്യം ദൈവമക്കൾക്ക് ലഭിക്കുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ആ രക്ഷിക്കപ്പെടുന്ന ആ ജനത്തിന് ഒരിക്കലും ഈ ലോകത്ത് പാർക്കുമ്പോൾ മൗനമായിരിക്കുവാൻ സാധിക്കില്ല, അല്ലേ? നമ്മുടെ ഹൃദയങ്ങളിൽ പിതാവിൻ്റെ നാമവും ക്രിസ്തുവിൻ്റെ നാമവും ഹൃദയങ്ങളിൽ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും ആ ദൈവ പൈതലിന് ഈ ലോകത്ത് മൗനമായിരിക്കുവാൻ ഒരിക്കലും കഴിയില്ല. അവരെന്ത് ചെയ്യും? എപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചു പറയുകയും
ദൈവത്തെ ആരാധിക്കണമെന്ന് ലോകത്തോട് പറയുകയും ഒരു ന്യായവിധി ശേഷിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യും എന്നിവിടെ പറയുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം 5:11 പറയുന്നത്, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ച് ആർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും എന്നിവിടെ പറയുകയാണ് അല്ലേ. അപ്പോൾ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന കുഞ്ഞാടിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും നെറ്റിമേൽ എഴുതിയിരിക്കുന്ന ദൈവമക്കൾ ഒരിക്കലും മൗനമായിട്ട് ഇരിക്കില്ല. അവരെപ്പോഴും ഊർജ്ജസ്വലരായി ദൈവവേല ചെയ്യുന്നവരാണ്. അവരെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. അവരെപ്പോഴും ദൈവം മുമ്പാകെ അവർ ദൈവസന്നിധിയിൽ ലോകത്തോടൊരു വലിയ സാക്ഷ്യം പറയുന്നവരായിരിക്കും എന്ന് ബുധനാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് പാപികളെ നിൻ്റെ വഴി പഠിപ്പിക്കുക. പാപികളെ നിൻ്റെ വഴി പഠിപ്പിക്കുക. കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനം മുറി കണ്ടതായ പ്രവാചകനായ യെശയ്യാവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലേ. കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനം മുറി നേരിട്ട് കണ്ടതായ പ്രവാചകനായ യെശയ്യാവിനെക്കുറിച്ച് നാം പറയുണ്ടായി അല്ലേ. യെശയ്യാവ് ദൈവത്തിൻ്റെ സിംഹാസനം മുറി കണ്ടപ്പോൾ അവൻ സ്വയം പറഞ്ഞു, അയ്യോ ഞാൻ പാപമുള്ള മനുഷ്യൻ, ഞാൻ പാപമുള്ള ജാതികളുടെ ഇടയിൽ ജീവിക്കുന്നു, അയ്യോ അങ്ങയുടെ മുഖം ഞാൻ നേരിട്ട് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഉടനെ സാറാഫുകളിൽ ഒരുത്തൻ ഒരു തീക്കനൽ കൊണ്ടുവന്ന് അവൻ്റെ നാവിന്മേൽ തൊടുവിച്ചിട്ട് അവനെ ആരാക്കി മാറ്റി? യോഗ്യനാക്കി മാറ്റി അല്ലേ. അവൻ യോഗ്യനായി തീർന്നപ്പോൾ അവിടെ യെശയ്യാവ് ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു അല്ലേ. ദൈവത്തിൻ്റെ ചോദിക്കുന്നൊരു ശബ്ദം ഉണ്ടായി, ആർ എനിക്ക് വേണ്ടി പോകും? ആർ എനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടിട്ട് പ്രവാചകനെ യെശയ്യാവ് പറഞ്ഞു, അടിയനിതാ, അടിയനെ ഒരുക്കണമേ അല്ലേ. അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് പ്രവാചകനെ യെശയ്യാവ് പറയുകയാണ്. എങ്ങനെ അദ്ദേഹത്തിന് സാധിച്ചു അല്ലേ? അവൻ നിരപ്പിൻ്റെ അനുഭവത്തിൽ വന്നപ്പോൾ, അവൻ യോഗ്യനായി മാറിയപ്പോൾ അവൻ എന്തു ചെയ്തു? അതിൻ്റെ പ്രത്യുപകരമായി ആ ദൈവവേല ചെയ്യുവാൻ, അത് സുവിശേഷം ഘോഷിക്കുവാൻ അവൻ ഒരുക്കമുള്ളവനായി മാറി എന്നിവിടെ പറയുന്നു. നാമും അപ്രകാരം അല്ലേ ചെയ്യേണ്ടത് എന്ന് ലേഖകൻ ചോദിക്കുകയാണ്. നാമും അപ്രകാരമല്ലേ ചെയ്യേണ്ടത്? കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവരായ ദൈവമക്കൾ അതല്ലേ ഈ ലോകത്തിൽ ചെയ്യേണ്ടത് എന്ന് ലേഖകൻ നമ്മോട് ചോദിക്കുന്നു അല്ലേ. ഇവിടെ ദാവീദിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടപ്പോൾ അവൻ എന്ത് വാഗ്ദത്തമാണ് ദൈവത്തോട് ചെയ്തത്? സങ്കീർത്തനം 51 അധ്യായം വായിക്കുമ്പോൾ, സങ്കീർത്തനം 51 എടുക്കുമ്പോൾ ദാവീദ് തൻ്റെ പാപം ദൈവം ക്ഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് എന്ത് തീരുമാനമാണ് എടുത്തത് എന്നിവിടെ സങ്കീർത്തനം 51 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം. 51 സങ്കീർത്തനം എല്ലാവർക്കും സുപരിചിതമായ സങ്കീർത്തനമാണ്. 7 മുതൽ 15 വരെ സങ്കീർത്തനം 51 7 മുതൽ 15 വരെ ഇവിടെ പറയുന്നു, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ, നീ ഒഴിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ, എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനിൽ എന്നെ പുതുക്കണമേ, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? എന്ത് വാഗ്ദത്തമാണ് ദാവീദ് പറയുന്നത്? അപ്പോൾ ഞാൻ ഇത്രമാത്രം ദൈവം എന്നോട് ക്ഷമിക്കുമ്പോൾ ദാവീദ് ചെയ്യുന്ന വാഗ്ദത്തം, ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിൻ്റെ വഴികളെ ഉപദേശിക്കും, അങ്ങനെ പാപികൾ നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? മനം തിരിയും. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തപാതകൾ തന്നെ വിടുവിക്കണമേ, എന്നാൽ എൻ്റെ നാവ് എന്ത് ചെയ്യും? നിൻ്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വാ നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. ഇതാണ് ദാവീദ് ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദത്തം അല്ലേ. അവനെ കഴുകി വെടിപ്പുള്ളവനാക്കി യോഗ്യനാക്കി മാറ്റിയപ്പോൾ ദാവീദ് ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദത്തം, എനിക്ക് അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തന്നു കഴിഞ്ഞാൽ ഞാൻ അതിക്രമക്കാരോട് അങ്ങയുടെ വഴികളെ ഉപദേശിക്കും, അങ്ങനെ പാപികളെ മാനസാന്തരപ്പെടുത്തും, കൂടാതെ എൻ്റെ നാവ് നിൻ്റെ നീതിയെ ഘോഷിക്കും, എൻ്റെ വാ നിൻ്റെ സ്തുതിയെ
വർണ്ണിക്കും എന്ന് ദാവീദ് പറയുന്നത്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് നമ്മെ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നാം മടങ്ങി വന്നു കഴിഞ്ഞാൽ നാം ദൈവത്തിന് വേണ്ടി പ്രകാശിക്കണം, എഴുന്നേറ്റ് പ്രകാശിക്കണം എന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു, അല്ലേ? നാം ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ, ക്രിസ്തുവിലേക്ക് നമ്മെ വിളിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു വാഞ്ച നമുക്കുണ്ടാകും. ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ലോകത്തോട് പറയാനുള്ള ഒരു വലിയ വാഞ്ച യെശയ്യാവിനുള്ളതുപോലെ, ദാവീദിനുള്ളതുപോലെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കുണ്ടാകും. കൂടാതെ നമ്മെ രക്ഷിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതായ ആ സത്യം, കർത്താവിൻ്റെ പുണ്യാഹ രക്തം എന്ന സത്യം നമുക്കൊരിക്കലും മറച്ചു വയ്ക്കുവാൻ കഴിയില്ല. നമുക്ക് ലോകത്തോട് നാം പറയും, സന്തോഷത്തോടെ പറയും എന്നിവിടെ പറയുന്നു. കൂടാതെ എൻ്റെ ദൈവം നല്ലവനാണെന്ന് ദാവീദ് പറയുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ. അങ്ങനെ യഹോവ നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞ ദൈവമക്കൾ, അനുഭവത്തിലൂടെ രുചിച്ചറിഞ്ഞ ദൈവമക്കൾ ഒരിക്കലും മൗനമായിട്ടിരിക്കില്ല. അവരെന്ത് ചെയ്യും? ലോകത്തോട് ഈ സുവിശേഷം പ്രസ്താവിക്കും, അല്ലേ? അതുകൊണ്ട് വെളിപാട് പ്രവചനം 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു നിത്യ സുവിശേഷം ഘോഷിക്കുകയാണ്, അല്ലേ? ഒരു നിത്യ സുവിശേഷം. ഒന്നാമത്തെ ദൂതൻ പറയുന്നത്, ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരുടെ അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു, അല്ലേ? എന്താണ് ആ സുവിശേഷം? ആകാശവും ഭൂമിയും നീരുറവുകളും സമുദ്രവും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് പറയുന്ന ഒരു നിത്യ സുവിശേഷം. ഇതാണ് നാം ലോകത്തോട് വിളിച്ചു പറയേണ്ടത്. ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് നാം ലോകത്തോട് എന്ത് ചെയ്യണം? വിളിച്ചു പറയണം. സർവ്വഗോത്രത്തോടും ഭാഷയോടും വംശത്തോടും അറിയിക്കുവാൻ അവൻ്റെ കയ്യിലൊരു നിത്യ സുവിശേഷം ഉണ്ടായത്. അപ്പോൾ ആദ്യം നമ്മൾ ഘോഷിക്കേണ്ടത് ഈ നിത്യ സുവിശേഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാബിലോണിൻ്റെ വീഴ്ചയെക്കുറിച്ചും, അല്ലേ, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമയെക്കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടത് അതിന് ശേഷമാണ്. ആദ്യം നാം ലോകത്തോട് പറയേണ്ടത് ആ നിത്യ സുവിശേഷമാണ്. ലോകത്തോട് പറയേണ്ടത്, അല്ലേ? കർത്താവ് എൻ്റെ രക്ഷകൻ, കർത്താവിന് ഈ ലോകത്തെ ചമച്ചത്, കർത്താവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്നാണ് നാം ലോകത്തോട് പറയുന്നത്. ഇതാണ് നമ്മൾ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനം. ഗോസ്പലിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. യേശുവിനെ കുറിച്ചാണ് നാം ലോകത്തോട് വിളിച്ചു പറയേണ്ടത്. അതിന് ശേഷമാണ് ബാബിലോണിൻ്റെ വീഴ്ചയെക്കുറിച്ചും മൃഗത്തിൻ്റെ പ്രതിമയെക്കുറിച്ചും ഒക്കെ നാം സംസാരിക്കേണ്ടത്. അതാണ് ഇവിടെ ഫിലിപ്പോസും പറയുന്നത്. ഫിലിപ്പോസ് യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. തൻ്റെ സഹോദരനോട് പറയുകയാണ്, ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. അതുതന്നെയാണ് ശമരിയ സ്ത്രീയും പറഞ്ഞു, ഞാൻ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. മശിഹായെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലോകത്തോട് ആ സുവിശേഷം പറയുവാൻ നാം കടമപ്പെട്ടവരാണ് എന്നിവിടെ പറയുന്നു. അതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ വചനങ്ങളും പറയേണ്ടത് എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, പാപികളെ നിൻ്റെ വഴി ഞാൻ പഠിപ്പിക്കും, അല്ലേ? അങ്ങനെ ശുദ്ധനാക്കി കഴിഞ്ഞാൽ, ദാവീദ് പറയുകയാണ്, അങ്ങനെ ശുദ്ധനാക്കി കഴിഞ്ഞാൽ പാപികളെ അങ്ങയുടെ വഴി ഞാൻ പഠിപ്പിക്കും, നിങ്കലേക്ക് അവരെ മനം തിരിപ്പിക്കും, അല്ലേ? നിങ്കലേക്ക് അതിക്രമക്കാരെ ഞാൻ മനം തിരിപ്പിക്കും എന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വെള്ളിയാഴ്ച ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങൾ രചിച്ചപ്പോൾ ദാവീദിൻ്റെ അനുഭവങ്ങളാണ് ആ സങ്കീർത്തനത്തിൽ ഉടനീളം വർണ്ണിച്ചിരിക്കുന്നത്. തൻ്റെ ജീവിത അനുഭവങ്ങളെല്ലാം ദാവീദ് അവിടെ തുറന്ന് കാണിക്കുന്നുണ്ട്. കുറ്റബോധത്തിൻ്റെയും സ്വയം നിന്ദയുടെയും ഒക്കെ ഗാനങ്ങൾ ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ലേഖകൻ പറയുന്നത്, ദാവീദിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, നാം പാപത്തിൽ നിൽക്കുകയാണെങ്കിൽ നാണക്കേടിലൂടെയും ദുരിതത്തിലൂടെ മാത്രമേ ഒരു പാപിക്ക് നിൽക്കുവാൻ കഴിയൂ. നേരെ മറിച്ച് നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ, അല്ലേ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആ ദൈവസ്നേഹത്തിലും ദൈവത്തിൻ്റെ കരുണയിലും നമുക്ക് നിലനിൽക്കുവാൻ കഴിയും, അല്ലേ? അതുകൊണ്ട് ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത് സിയോൻ മലയിൽ ആർ പാർക്കും എന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അല്ലേ? സിയോൻ മലയിൽ ആർ പാർക്കും. ദാവീദ് ചോദിക്കുകയാണ്, യഹോവേ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും?
നിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? അല്ലേ? വ്യക്തമായി പറയുന്ന മറുപടി, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അല്ലേ? എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സിയോൻ മലയിൽ അവിടെ പോകുന്നത് എന്നിവിടെ പറയുന്നത്. ഇവിടെ ഒരു 1,44,000 പേര് എന്നൊരു സംഖ്യ പറയുന്നത് അതൊരു ലിറ്ററൽ ആയിട്ടുള്ളൊരു സംഖ്യയാണ്. അത് യഥാർത്ഥ സംഖ്യയല്ല, അതൊരു ലിറ്ററൽ സംഖ്യയാണ്. രക്ഷിക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ ഒരു സമൂഹത്തെയാണത് സൂചിപ്പിക്കുന്നത്. അവരെത്രമാത്രം വിശുദ്ധരായിരുന്നു. കുഞ്ഞാട് പോകുന്നതൊക്കെയും അവരനുഗമിക്കുന്നു. അവിടെ നാവിലൊരു പുതിയ പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് വേറെ ആർക്കും പാടുവാൻ കഴിഞ്ഞില്ല. അവിടെ നെറ്റിമേൽ കുഞ്ഞാടിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരുന്നു. അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നവർ. അവർ കളങ്കമില്ലാത്തവർ തന്നെ. അവർ കന്യകമാരാണ്. അവർ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവരാണ്. എത്രമാത്രം പവിത്രതയുള്ള ജനമാണ് രക്ഷിക്കപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നത്. അവിടെ ഒരു സൂത്രങ്ങളോ ഒരു അഭിനയങ്ങളോ സിയോൻ മലയിൽ ചേരുവാൻ കഴിയില്ല. സിയോൻ മലയിൽ നമ്മെ കടത്തിവിടുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തമാണ്. അത് വിശ്വാസത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് നാം ഈ പറയുന്ന രീതിയിൽ ജീവിക്കുമെങ്കിൽ തീർച്ചയായും ഈ സിയോൻ മലയിൽ പാർക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകും. ഈ ഒരാഴ്ചയിൽ നാം പഠിച്ചത് സങ്കീർത്തനങ്ങൾ എപ്രകാരമാണ് വെളിപാട് പ്രവചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ആഴമേറിയ പഠനമാണ് പഠിച്ചത്. ഈ പാഠത്തിൽ സഹകരിച്ചത് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക. ഇത് അനേകർക്ക് നന്മയും സാക്ഷ്യവുമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്യാം സ്കൂൾ പാഠം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗത്തിലെ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നല്ല പാഠങ്ങൾ പഠിക്കുവാൻ സ്വർഗ്ഗം നിങ്ങൾക്ക് നൽകിയ കൃപകൾക്കായി സ്തോത്രം. പിതാവേ, പ്രവചനങ്ങൾ എങ്ങനെ പഠിക്കാം, അതിൻ്റെ സൂചകങ്ങൾ, അതിൻ്റെ പ്രതീകങ്ങൾ ഒക്കെ എന്തിനെ സാദൃശീകരിക്കുന്നു എന്നൊക്കെയും പഠിക്കുവാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കായി സ്തോത്രം. ഇന്നത്തെ പാഠത്തിൽ സങ്കീർത്തനങ്ങൾ വെളിപാട് പ്രവചനവുമായി എത്രമാത്രം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പഠിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾക്കൊരു മഹാപുരോഹിതനുണ്ടെന്നും രക്ഷിക്കപ്പെട്ടതായ ജനം സിയോൻ മലയിൽ, ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്ന സിയോൻ മലയിൽ ദൈവത്തോടൊപ്പം വസിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുമെന്നും ഞങ്ങൾ പഠിച്ച കൃപകൾക്കായി സ്തോത്രം. അതിൽ പ്രവേശിക്കുവാനുള്ളതായ ഒരു വാഞ്ച ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അതിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധിയുള്ളവരാക്കി മാറ്റി, കർത്താവെ, നിർമ്മല ഹൃദയവും വെടിപ്പുള്ള കൈയുമുള്ളവരാക്കി മാറ്റി ദൈവസന്നിധി നിൽപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. കുറവുകളേറെയുണ്ട് പിതാവേ, പാപങ്ങളേറെയുണ്ട് പിതാവേ, ഞങ്ങളോട് മനസ്സിലിടമേ, ക്ഷമിക്കണമേ. ഈ പാഠം ശ്രദ്ധിച്ച മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അതൊരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വെളിച്ചവും സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം. പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ.